അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മണക്കാടുള്ള ഒരു ഹോം ബേക്കർ ആൻഡ് ഹോം ഷെഫ് ആയിട്ടുള്ള ഷാഹിന ഇത്ത കൂടെയുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാമത്തേനെ നമ്മുടെ ഷോയിലേക്ക്. ഇത്ത, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ ഇത്ത ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇന്നെന്താ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ചിക്കൻ റിബൺ റോളാണ്. ചിക്കൻ റിബൺ റോൾ നമ്മൾ മീറ്റ് റോൾ പോലെയൊക്കെ ഉള്ളൊരു ഐറ്റം ആണോ? നോർമലി നമുക്ക് ബേക്കറീസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിട്ടാറില്ല. ഓക്കെ, എന്തായാലും അപ്പം അധികം ബേക്കറീസിലൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അതിന് മുന്നേ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഒനിയൻ ഉണ്ട്. എത്രയുണ്ട് ഉള്ളത്? 2 സവാള. ഓക്കെ. കറി ലീവ്സ് ഉണ്ട്. ഇത് നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ടേമറിക് പൗഡർ ഉണ്ട്. കൊറിയാൻഡർ ലീഫ് ഉണ്ട്. ഇത് നമ്മുടെ ഗരം മസാല അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ഇഞ്ചി അരച്ചത്, ഉപ്പുണ്ട്, പെപ്പർ പൗഡർ ഉണ്ട്. ഇതെന്നാ നമ്മുടെ ഗാർലിക് ഉണ്ട്. പിന്നെ ഇത് പച്ചമുളക്. ഓക്കെ, എല്ലാം എനിക്ക് നമ്മുടെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ മൈദയല്ലേ കുഴച്ച് വെച്ചേക്കുന്നത്? മൈദയും ഉപ്പും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട്. ഓക്കെ. ഇത് എത്ര നേരം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം? ഒരു 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ്. ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കൻ റിബൺ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തുടങ്ങിയാലോ? ഓക്കെ. എന്താ ആദ്യത്തെ പരിപാടി? ആദ്യം അപ്പം എണ്ണ ഓക്കെ ഒന്ന് ഇതെല്ലാം സോർട്ട് ചെയ്തെടുക്കണം അല്ലേ? ആദ്യം അങ്ങനെയല്ലേ മസാല ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ എടുത്ത് നമ്മൾ ആദ്യം മസാല സെറ്റ് ചെയ്യും. 2 സവാളയല്ലേ? ഈ ഐറ്റംസ് എല്ലാം റെഗുലറായിട്ട് നമുക്കുള്ളതാണോ അതോ നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് മാത്രം ചെയ്യുന്നതാണോ? ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ അപ്പോൾ മലബാർ സ്നാക്സ് തന്നെയാണോ? അല്ലാണ്ട് ഇപ്പം നമ്മൾ മുന്നത്തെ എപ്പിസോഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് വാഞ്ചോ ആണ്. അപ്പോൾ ഈ സ്നാക്ക് ഐറ്റംസിലൊക്കെ ഏറ്റവും സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്ന ഐറ്റം എന്താ? നമുക്ക് ഈ ഇറച്ചിപ്പത്തിരി. ഓക്കെ. കായ്പോള, ഉപ്പിട. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്നാക്ക് ഐറ്റംസും നമുക്ക് ബേസിക് ആയിട്ടുള്ള വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? ഈ ചെറിയൊരു ചേഞ്ച് വരും. എന്നാലും കൂടുതൽ നമുക്ക് ഡിഫറെൻ്റ് ഇതായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദ വേണ്ടാന്നുള്ളവർക്ക് ഓപ്ഷണലായിട്ട് ഗോതമ്പിലോ അരിയിലും നമ്മൾ ചെയ്യാറുണ്ട്. അരിപ്പൊടിയിലും നമ്മൾ ചെയ്യാറുണ്ട്. ടേസ്റ്റ് കൂടുതലും മൈദയിൽ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും. അങ്ങനെ ചെയ്തു. ശരി, നമ്മുടെ ഉള്ളി അവിടെ ഒന്ന് ഇതായി വരികയാണ്, സോട്ടായി വരുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നുണ്ട്. നമുക്ക് അടുത്ത ചേർക്കാറായോ? കണ്ടിട്ട് ചിക്കനാണോ? അല്ല, ബാക്കി ഐറ്റംസ്. ഇഞ്ചി അരയല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഇഞ്ചിയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ചോദിക്കാം. ഇനി തന്നെ വെളുത്തുള്ളി വേണോ? ഇത് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. ശരി. ഓക്കെ. കൊറിയൻഡർ. കറിവേപ്പില കൈ കൊടുക്കാൻ പാടില്ല, അടിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും വിശ്വാസം ഞാൻ തെറ്റിക്കുന്നില്ല. അതേ അവിടെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ചേർക്കുന്ന കറിവേപ്പിലയുടെ ഫ്ലേവർ മുമ്പിലായിട്ട് നിൽക്കണം. ഓക്കെ, ഫൈൻ. അതുപോലെ കുറച്ചധികം അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കറിവേപ്പില. ഓക്കെ. ഐറ്റംസ് ഇനി നമുക്ക് ഇതൊക്കെ ചേർക്കണ്ടേ? മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു. ഓക്കെ. പെപ്പർ വേണ്ട? ഗരം മസാല. ഓക്കെ. ഞാൻ ഓക്കെ. നോമ്പ് ടൈമിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഇത്ര നോമ്പ് എടുത്തേക്കാണ്. നോമ്പ് ടൈമിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒപ്പം ലൈക്ക്
ടേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം അല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ അത് swallow ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, റൂള് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫ് ചെയ്തോ നമ്മൾ? ഇല്ല 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 ഇല്ല, ഒന്ന് കുറച്ചാ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച്. ഓക്കെ ഓക്കെ, ഇനി ചിക്കൻ ആഡ് ചെയ്യാം അല്ലേ? അതെ, ചിക്കൻ ആഡ് ചെയ്യാം. മസാലയൊക്കെ സെറ്റ് ആയി വന്നിട്ട് അത് 100 ഗ്രാം, അത് 100 ഗ്രാം വന്നിട്ട് നമ്മൾ എപ്പോഴും ഇതിന് വന്നിട്ട് ചിക്കൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കണം. പേര് നമ്മുടെ ചിക്കൻ റിബൺ റോൾ, ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഓക്കെ നമ്മൾ മൊത്തത്തിൽ തട്ടല്ലേ? അതെ, 100 ഗ്രാം ഉണ്ട്. ഒന്നിച്ച് തന്നെ തട്ടി ഇത് ചെയ്തെടുക്കാം. അതെ, ഓക്കെ. ഇനി മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഔട്ടർ കവറിംഗ് ആണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ വന്നിട്ട് ചെയ്യാം. അത് സെറ്റ് ആവാൻ ഒത്തിരി ടൈം എടുക്കും? അത് ഇല്ല, ചിക്കനിൽ പെട്ടെന്ന് മസാല പിടിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾക്ക് ഇതിനെ പരത്തി എടുക്കേണ്ടി വരും അല്ലേ, മൈദേനെ പരത്തിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഇഞ്ചിയും ഇതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും വേണ്ടതാണല്ലോ. നമുക്കത് അരച്ച് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കേടാകാണ്ടിരുന്നോളൂ. നമ്മൾ താഴെ വെക്കുന്നതിനേക്കാളും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദിവസങ്ങളിൽ വെക്കാം. ഓക്കെ, ശരി. അപ്പം അതൊന്ന് സെറ്റായെന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്ടൊന്നായെന്ന് തോന്നുന്നു. ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൈദ പരത്തി എടുക്കാം. നമുക്കപ്പോൾ എണ്ണയും കൂടി ചൂടാവാൻ വെക്കണ്ടേ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? അതെ, വെക്കണം. ഇനി നമുക്കതിനൊന്ന് പരത്തി എടുത്തിട്ട് മസാല ഫില്ലിങ് വെച്ചിട്ട് പൊരിച്ചെടുക്കണം അല്ലേ? അതെ. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയം എണ്ണ നേരത്തെ ചൂടാക്കാൻ വെക്കുന്നതായിരിക്കും അല്ലേ? അതെ, നമ്മൾ പരത്ത് മുമ്പായിട്ട് വെക്കുകയാണെങ്കിൽ അത് അപ്പോഴത്തേക്കും ഈ പരത്തി കഴിയുമ്പോഴത്തേക്കും എണ്ണ ചൂടായിരിക്കും. ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം വേണ്ടേ? അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വരുന്ന നേരം വീട്ടിൽ ആളുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്? അതെ, ഹെൽപ്പിന് ആളുണ്ട്. ഓക്കെ, നമ്മൾ 2 വശവും 4 വശവും കട്ട് ചെയ്തെടുക്കും. 4 വശവും കട്ട് ചെയ്യും. അതെ, കറക്റ്റ് ഷേപ്പിൽ വന്നിട്ട് അതിന് 2 കട്ട് ചെയ്താണ് നമ്മളെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതിന് മിക്സ് ചെയ്താൽ മതിയോ? മറ്റേ കൂടി മിക്സ് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്വയർ പോലെ ആക്കിയിട്ട് സ്ക്വയർ പോലെ ആക്കിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്തു, 2 ആക്കിയെടുത്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മസാല. അതെ, മസാല എടുത്ത് ജസ്റ്റ് കത്തി വെച്ച് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു റിബണിൻ്റെ ഒരു ഇത് വരും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഉടനെ പൊരിച്ചെടുക്കുവാണോ അതോ ഫുള്ള് ചെയ്തിട്ട് എടുക്കുന്നേ ഉള്ളൂ? നമുക്ക് അതായിരിക്കും കൂടുതൽ എളുപ്പമായിരിക്കും. ഫുള്ള് ചെയ്ത് അത്ര ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം അതിനെ പൊരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, നമ്മളൊരു റിബൺ കൂട്ട് ഒരു കട്ട് പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റിബണിൻ്റെ ഒരു ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണെന്നുള്ള അറിയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റിബൺ റോൾ ഇവിടെ റെഡി ആയിട്ടില്ല. നമ്മളിതിനെ പൊരിച്ചെടുക്കണം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അല്ലേ? ചൂടായിട്ട് ഇട്ടാലും ഞാൻ
ഞാനിട്ട് കുളവാക്കുന്നില്ല. അപ്പോൾ അവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റിബൺ റോൾ. കൈ പൊള്ളലൊന്നും ഇല്ല, ഞാനവിടെ പേടിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചിക്കൻ റിബൺ റോൾ. ഇതിനി ഒന്ന് തണുത്ത് ആയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ശരി, അപ്പം ദേ ഒന്ന് തണുത്തിട്ടുണ്ട്, ഒത്തിരി തണുത്തിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നീ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയാവേ. ഇത് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല റിബണിൻ്റെ ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളപ്പോൾ നന്നായിട്ടുണ്ട്. നല്ല ഒച്ച കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നോമ്പായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റാണ്ട് നിന്നിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അതൊന്നും ഇതിൻ്റെ ടേസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി യമ്മി. ആ ചിക്കൻ്റെ ഇറ്റ്സ് വെരി ജ്യൂസി ടു. നന്നായിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ് ഇത്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേക്കറീസിലൊന്നും ഇങ്ങനത്തെ, ഞാൻ ഓർത്തത് മീറ്റ് റോള് പോലെ എന്തോ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ബേക്കറീസിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ട് ഞാനും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് നന്നായിട്ടുണ്ട്, നല്ല യമ്മി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 25 ആണോ പെർ പീസ് ചാർജ് ചെയ്യാം? അതെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും 25 പെർ പീസ് ആട്ടോ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിയലി വർത്ത് ടു. അപ്പോൾ ഇത്രയും യമ്മി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാം? എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി, 7012-847-606. ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി, ഇതിൽ വാട്സപ്പ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഡിഷസ്, ഇത് മാത്രമല്ല അല്ലേ, ഫ്രൈഡ് ഐറ്റംസ് മാത്രമല്ല, സ്വീറ്റ് ഐറ്റംസും വരുന്നു, എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ലൈക്ക് ഈദ് സ്പെഷ്യലൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് അല്ലേ, ഹലീം പോലുള്ള. ഇഫ്താർ കിറ്റ് മാത്രമല്ല സെഹ്റി കിറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആരും മറക്കണ്ട, ഇഫ്താർ സ്പെഷ്യൽ. ഇഫ്താറിന് മാത്രമല്ല, നമ്മുടെ റംദാൻ കഴിഞ്ഞാൽ പോലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പൊതിച്ചോറ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഡിഷുമായിട്ട്. അതുവരെ ബൈ ബൈ.